ഇന്ന് നേരത്തെ ഞങ്ങളുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ 25-ലധികം തവണയാണ് എൻ ഡി എ എന്ന് നരേന്ദ്രമോദി ആവർത്തിച്ചു പറഞ്ഞത്. 2014-ലോ 2019-ലോ കാണാത്ത ഒരു മാറ്റമാണോ നമ്മളിപ്പോൾ കണ്ടത്? സഖ്യകക്ഷികളിലേക്ക്, സമവായ ജനാധിപത്യത്തിലേക്ക് മോദി പാഠം പഠിച്ചു തുടങ്ങിയോ? ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ജനവിധി കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം ശ്രീഷാജി. ഞാൻ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. കേൾക്കാമോ? ഓക്കെ. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ജനവിധികൾ, ആ ജനവിധിയെ മാനിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു മടിയുമില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു പാൻ ഇന്ത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാതിനിധ്യമുള്ള ഘടകകക്ഷികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ ഒരു മുന്നണിയായിട്ടാണ് BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ടുള്ള ജനവിധി ഉണ്ടായി. ആ ജനവിധി എന്ന് പറയുന്നത് 292 MPമാരെ ജയിപ്പിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അടുത്ത 5 വർഷം രാജ്യം ഭരിക്കാനുള്ള ക്ലിയർ മാൻഡേറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം വാസ്തവമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഒറ്റയ്ക്കുണ്ടായിരുന്നു. ആ 2 തവണയും ഞങ്ങൾ ഭരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടും മുന്നണിയുടെ എല്ലാ മര്യാദകളും, എല്ലാ മാന്യതകളും, എല്ലാ സമവായങ്ങളും, എല്ലാ ചർച്ചകളും നടത്തിയിട്ട് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം അധികാരത്തിലിരുന്നിട്ടുള്ളത്. ഇപ്രാവശ്യം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നണി ഭരണം ഇതാദ്യമല്ല. ഇപ്പോൾ കഴിഞ്ഞ 2 തവണ BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, ദീർഘകാലം സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസ് ഏകകക്ഷി ഭരണം ദീർഘകാലം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യമായി ഒരു മുന്നണി സംവിധാനം, അതിൻ്റെ എല്ലാ ഫോർമാറ്റിലും, അത് ഡെവലപ്മെൻറ്റിൻ്റെ ഏരിയയിലായാലും ശരി, അതല്ലെങ്കിൽ സമവായത്തിൻ്റെ മേഖലകളിലായാലും ശരി, രാജ്യത്ത് അഴിമതിയില്ലാത്ത ഗവൺമെൻറ്റിനെ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ ഫോർമാറ്റിലും ഏറ്റവും നല്ല. പക്ഷേ അതിൽ നിന്ന് കാര്യങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ ഇതേവരെ BJPക്ക് ഭൂരിപക്ഷമുള്ള ഭരണ സംവിധാനങ്ങളെ കണ്ടിട്ടുള്ളൂ 2014-ന് ശേഷം. പക്ഷേ ഇതാദ്യമായി ഈ NDAയും TDPയും JDUവും കൂടി പ്രധാന കക്ഷികളായി നിങ്ങളുടെ ഭരണ സംവിധാനത്തിലുണ്ട്, ഒപ്പം ഏക്നാഥ് ഷിൻഡെയും. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിൽ 4% സംവരണം നടപ്പാക്കാൻ TDP മുന്നോട്ട് പോയാൽ നിങ്ങൾ പിന്തുണയ്ക്കുമോ? സിമ്പിൾ ചോദ്യമാണ് സാർ. 2004 വരെ വാജ്പേയി നേതൃത്വം കൊടുത്ത ഗവൺമെന്റിൽ ഞങ്ങൾക്ക് 182 MPമാരേ ഉള്ളൂ. അത് സംബന്ധിച്ചു സാർ. പക്ഷേ അവിടെ നിന്ന് പിന്നീട് 2018 ഇതേ TDP ഇറങ്ങിപ്പോയി. വളരെ ശ്രദ്ധേയരായിട്ടുള്ള പ്രബലരായിട്ടുള്ള സോഷ്യലിസ്റ്റ് നേതാക്കൾ നേതൃത്വം കൊടുത്ത ജോർജ് ഫെർണാണ്ടസിന്റെ കാലം, അത് സമതാ പാർട്ടിയുടെ കാലം, അത് JDU ഉണ്ടായിരുന്നു നിങ്ങൾക്കൊപ്പം. അതിൽ നിന്നെല്ലാം JDU പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വിച്ച് ചെയ്തു, TDP മാറി. എൻ്റെ സ്ട്രെയിറ്റ് ചോദ്യം ഇതാണ്. നോക്കൂ, ആന്ധ്രാപ്രദേശിൽ 4% സംവരണം മുസ്ലിം വിഭാഗങ്ങൾക്ക് കൊടുക്കാൻ TDP തീരുമാനിച്ചാൽ നിങ്ങൾ എതിർക്കുകയോ യോജിക്കുമോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ഒരു മുന്നണി ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിൽ ഒരു മിനിമം പൊതുപരിപാടികളുടെ അടിസ്ഥാനത്തിലാണ് മുന്നണി ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. 2014-ലും 2019-ലും നമ്മൾ അധികം കണ്ടിട്ടേയില്ല. നമ്മൾ അവിടെ കണ്ടത് മോദി പ്രോഗ്രാമാണ്. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസം BJP ഉൾക്കൊള്ളുന്നുണ്ടോ ആന്തരികമായി? അല്ല, ആ 2 ഗവൺമെൻറ്റിലും ഘടകകക്ഷികളായിട്ട് ഇരുന്ന പാർട്ടികളുടെ അവരുടെ മാനിഫെസ്റ്റോയിൽ, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അവർ പറഞ്ഞ കാര്യങ്ങളും ആ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ശരി. Debate with Arun Kumar.